കടിഞ്ഞാണില്ലാതെ പായുന്ന കാട്ടുകുതിരയാണ് മനസ്സ്. എല്ലാ കൂട്ടുകാർക്കും നന്മയും സ്നേഹം നിറഞ്ഞൊരു നല്ല സുദിനം ആശംസിക്കുന്നു. ഇറ്റ്സ് മീ നീതു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹു ആം ഐ, ആരാണ് ഞാൻ. നമുക്ക് നമ്മെ തന്നെ എങ്ങനെ പൂർണ്ണമായി അറിയാൻ സാധിക്കും? അങ്ങനെ അറിഞ്ഞാൽ മാത്രമല്ലേ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ആരാണ് നീ? അപ്പൊ എനിക്ക് ഫസ്റ്റ് വരുന്നത് എൻ്റെ പേരായിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകൾ, അല്ലെങ്കിൽ എൻ്റെ ജോലി, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അതിനൊക്കെ അപ്പുറമായിട്ടൊരു ഞാനുണ്ട്. ആ എന്നെ ഞാൻ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണല്ലേ. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, സന്തോഷത്തിന്റെ മധുരക്കിണ്ണം അന്വേഷിച്ച് എല്ലാവരും ഓടി നടക്കുകയാണ്. അതിനുവേണ്ടി നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? പേരും പെരുമയും പ്രസക്തിയും ഉണ്ടാക്കുന്നു, ആഡംബര വസ്തുക്കൾ വാങ്ങി നിൽക്കുന്നു അല്ലേ. ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നാം നോക്കാൻ മറക്കുന്ന ചില ഇടങ്ങളുണ്ട്. ചിലരെങ്കിലും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എവിടെയും കിട്ടാതെ പോയ സന്തോഷം, സുഖം, സമാധാനം അന്വേഷിച്ച് അവിടെ എത്തും. ചിലർക്ക് അതിനു പോലും കഴിയില്ല. അങ്ങനെ ഒരിടമുണ്ടെങ്കിൽ അതെവിടെയാണ്? അതിലേക്ക് എത്താനുള്ള മാർഗം എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശ്രീ രമണ മഹർഷി ലോകത്തിന് പകർന്നു കൊടുത്ത ഒരു പാഠമുണ്ട്, സെൽഫ് എൻക്വയറി അല്ലെങ്കിൽ ആത്മവിചാരം എന്നത്. മനസ്സിന് അതീതമായി നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും കണ്ടെത്താനും ഉള്ള മാർഗമാണ് ആത്മവിചാരം എന്ന് പറയുന്നത്. ഇതൊരു സത്യാന്വേഷണമാണ്. ആ അന്വേഷണം എത്തി നിൽക്കുന്നത് ബാഹ്യ ആവരണങ്ങളിലാവരുത്. ബാഹ്യാവരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്നതാണ്. ശരീരമാണോ ഞാൻ എന്ന് പറയുന്നത്? മറ്റു ചിലർ പറയും ഞാൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ്. മനസ്സ് എന്ന് പറയുന്നത് ഞാനാണോ? മനസ്സിന്റെയും ശരീരത്തിന്റെയും അപ്പുറമുള്ള ഒരു ഞാൻ, അത് ആത്മീയതയിലേക്കുള്ള ഒരു വഴി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേറെ സ്പിരിച്വലായിട്ടുള്ള വേറെ ഒരു ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഹൃദയത്തിന്റെ ഉള്ളാഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നാം എങ്ങനെ തിങ്ക് ചെയ്യുന്നു, നാം എങ്ങനെ ആശയവിനിമയം നടത്തുന്നു, നാം എങ്ങനെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ നമ്മളെപ്പറ്റി ആധികാരികമായിട്ട് നമുക്ക് നമ്മളെ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള ചിന്തകളെ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് ഞാൻ ആരാണ് എന്ന് മനസ്സിലാവുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് ഞാൻ. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നു. പത്രമാധ്യമങ്ങളിലൂടെ, ടി-വിയിലൂടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാനും സാധിക്കും. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐഡിയ ആണ് നമ്മൾ വായനാശീലം കൂട്ടുക എന്നത്. അതുപോലെ സെൽഫ് അനാലിസിസ് വഴി നമുക്ക് സെൽഫ് ഡിസ്കവറി ഉണ്ടാവും. ആ സെൽഫ് ഡിസ്കവറി ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഞാൻ ആരാണ്, ഹു ആം ഐ. അതിന് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ സാധിക്കും. സിദ്ധാർത്ഥ മഹാരാജാവ് അല്ലേ, ഒരുപാട് സൗകര്യങ്ങളിൽ നിന്ന് ലക്ഷറി ആയിട്ട് ജീവിച്ച ഒരു വ്യക്തി പെട്ടെന്ന് അതെല്ലാം ഉപേക്ഷിച്ച് ഒരു ആത്മീയതയിലേക്ക് പോവാണ്. തൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന അവസാന സാധനവും, അതായത് അവസാനമായിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രമാണ് പോലും, അതുപോലും ദാനം ചെയ്തിട്ടാണ് അദ്ദേഹം ആത്മീയതയിലേക്ക് പോയത്. അതിന് കാരണം എന്താണ്? ഞാൻ ആരാണെന്ന തിരിച്ചറിവ്. ഞാൻ സിദ്ധാർത്ഥനല്ല, ഞാൻ ശ്രീബുദ്ധനാണ്, ശ്രീബുദ്ധനായാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നൊരു അറിവ്. അതുപോലെ സിസ്റ്റർ മേഴ്സി മാത്യുവിനുള്ള പേര് കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്നറിയില്ല, ദയാബായ്. ആ മേഴ്സി മാത്യു എന്ന വ്യക്തി ഞാൻ ആരാണ് എന്ന് തിങ്ക് ചെയ്തതുകൊണ്ടാണ് അതൊരു ദയാബായ് എന്ന ട്രാൻസ്ഫോർമേഷനിലേക്ക് ആ ഒരു വ്യക്തിയെ മാറ്റാൻ സാധിച്ചത്. നമ്മൾ അനുഭവിച്ച സംഭവങ്ങൾ, ഇടപഴകിയ ആളുകൾ, സ്വഭാവം എന്നിവയുടെ അദ്വിതീയ ഫലമാണ് നിങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിലുള്ള നമ്മളെ കണ്ടെത്താൻ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സാധിക്കട്ടെ. താങ്ക് യു.